ഫാക്ട്സ് മലയാളം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സഹായം ചാനലിന്റെ വിജയത്തിന് വളരെ വിലപ്പെട്ടതാണ്. ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ. മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗാനത്തിന്റെ വരികളാണിത്. ഇതിൽ പറയുന്നതുപോലെ പ്രണയം ഹൃദയത്തിൽ പൊട്ടിമുളയ്ക്കുന്ന കാര്യമാണോ? നമുക്ക് പരിശോധിക്കാം. പലരും കരുതുന്നത് പ്രണയം എന്നത് ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുന്ന സ്വതസിദ്ധമായ ഒരു വികാരമാണെന്നാണ്. എന്നാൽ നമ്മുടെ മസ്തിഷ്കം സെക്കൻഡുകൾക്ക് ഉള്ളിൽ നടത്തുന്ന അതിസങ്കീർണമായ കണക്കുകൂട്ടലുകളാണ് പ്രണയവികാരങ്ങളുടെ അടിസ്ഥാനം. അതത്ര കാവ്യാത്മകമായി തോന്നുന്നില്ല അല്ലേ? കണക്കുകൂട്ടലുകൾ മസ്തിഷ്കത്തിലാണ് നടക്കുന്നതെങ്കിലും അതിന്റെ പരിണിതമായി ഉണ്ടാകുന്ന ഊഷ്മളമായ അവ്യക്ത വികാരങ്ങൾ മസ്തിഷ്കത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ശരീരത്തിലെ 5 ഇന്ദ്രിയങ്ങൾക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ട്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും പ്രണയത്തിന്റെ കാര്യത്തിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നിരസിക്കാനോ ഉള്ള കഴിവുണ്ട്. നമുക്ക് ഓരോന്നും വിശദമായി പരിശോധിക്കാം. കണ്ണുകളാണ് പ്രണയത്തിന്റെ തുടക്കക്കാരൻ. ശാരീരിക ദൃശ്യഭംഗി എന്നത് കാലഘട്ടത്തിനും സംസ്കാരത്തിനുമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ യുവത്വത്തെയും ആരോഗ്യത്തെയും പ്രത്യുൽപാദനത്തെയും ഒക്കെ അടയാളപ്പെടുത്തുന്ന നല്ല തിളങ്ങുന്ന നീളൻ മുടിയും മിനുസമുള്ള പാടുകൾ ഒന്നുമില്ലാത്ത ചർമ്മവും ഒക്കെ എക്കാലത്തും സൗന്ദര്യ സങ്കല്പത്തിൽ മുൻപന്തിയിലുള്ള കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ അടയാളപ്പെടുത്തുന്നത് ആരോഗ്യമുള്ള അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ്. കണ്ണുകൾ അതിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പോൾ അതിന്റെ അടുത്തേക്ക് നീങ്ങുവാനാകും നമ്മുടെ സഹജവാസന. അടുത്തേക്ക് നീങ്ങുന്നതിലൂടെ മറ്റ് ഇന്ദ്രിയങ്ങൾക്ക് അവയുടേതായ അന്വേഷണങ്ങൾ നടത്താൻ കഴിയും. മൂക്കുകളാണ് അടുത്തത്. പ്രണയത്തിൽ മൂക്കുകളുടെ സംഭാവന എന്നത് സുഗന്ധദ്രവ്യങ്ങളുടെ വാസന ആസ്വദിക്കുക എന്നത് മാത്രമല്ല. മൂക്കുകളാണ് ഫെറമോൺസ് എന്ന പ്രകൃതിദത്തമായ രാസസിഗ്നലുകളെ തലച്ചോറിലേക്ക് കൈമാറുന്നത്. ഫെറമോൺസ് അവ ഉൽപ്പാദിപ്പിക്കുന്ന ആളെക്കുറിച്ച് ശാരീരികവും ജനിതകപരവുമായ പ്രധാനപ്പെട്ട അറിവുകൾ കൈമാറുന്നു. എന്ന് മാത്രമല്ല, ഇവയ്ക്ക് ഇത് മണത്തറിയുന്ന ആളിൽ ശാരീരികമായ അല്ലെങ്കിൽ പെരുമാറ്റപരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നു. ഒരു പരീക്ഷണത്തിൽ കുറച്ച് പുരുഷന്മാർക്ക് സ്ത്രീകൾ ആർത്തവ സമയത്ത് ധരിച്ച വസ്ത്രങ്ങളും മറ്റു കുറച്ചു പുരുഷന്മാർക്ക് ആരും ധരിക്കാത്ത പുതിയ വസ്ത്രങ്ങളും മണക്കാൻ കൊടുത്തു. ഈ പുരുഷന്മാരുടെ ഉമിനീർ പരിശോധിച്ചപ്പോൾ ആർത്തവ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ മണത്ത പുരുഷന്മാരിൽ കൂടുതൽ ടെസ്റ്റാസ്ട്രോൺ കണ്ടെത്തി. രാസസിഗ്നലുകളുടെ കൈമാറ്റത്തിലൂടെ ശരീരത്തിൽ ഇത്തരം ടെസ്റ്റാസ്ട്രോൺ ഉണ്ടാകുന്നത് പുരുഷന്മാരെ, അല്ലാത്തപക്ഷം അവർ ശ്രദ്ധിക്കുകപോലും ചെയ്യാത്ത സ്ത്രീകളെ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. അതേസമയം സ്ത്രീകളുടെ മൂക്കുകൾ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന MHC തന്മാത്രകളെ പ്രത്യേകമായി തിരിച്ചറിയാൻ പര്യാപ്തമാണ്. ഇവിടെ വിപരീതങ്ങൾ ആകർഷിക്കുന്നു. ഒരു പരീക്ഷണത്തിൽ സ്ത്രീകൾക്ക് പല പുരുഷന്മാരും ധരിച്ച വസ്ത്രങ്ങൾ മണക്കാൻ കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ട മണങ്ങളുള്ള വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിലുള്ള MHC തന്മാത്രകളിൽ നിന്നും വ്യത്യസ്തമായ MHC തന്മാത്രകളുള്ള പുരുഷന്മാർ ധരിച്ച വസ്ത്രങ്ങളായിരുന്നു. വ്യത്യസ്തമായ പ്രതിരോധ ജീനുകളുടെ സങ്കലനം അടുത്ത തലമുറയിൽ കൂടുതൽ പ്രതിരോധശേഷിയുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അതിനാൽ ഇതിൽ അത്ഭുതമൊന്നുമില്ല. നമ്മുടെ കാതുകൾക്കും പ്രണയത്തിൽ വലിയ പങ്കുണ്ട്. പുരുഷന്മാർക്ക് ഒതുങ്ങിയ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന, പതിഞ്ഞതും നിർത്തി നിർത്തി സംസാരിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെയാണ് കൂടുതലിഷ്ടം. എന്നാൽ സ്ത്രീകൾക്ക് വലിയ ശരീരരൂപത്തെ പ്രതിനിധാനം ചെയ്യുന്ന, ഗാംഭീര്യമുള്ള നിർത്താതെ സംസാരിക്കുന്ന പുരുഷന്മാരെയാണ് കൂടുതലിഷ്ടം. സ്പർശനം എന്നതും പ്രണയത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു പരീക്ഷണത്തിൽ പരീക്ഷണം തുടങ്ങുന്നതിനു മുൻപ് ആളുകൾക്ക് ഒരു കപ്പ് പിടിക്കാൻ കൊടുത്തു. പകുതി ആൾക്കാർക്ക് ചൂട് കാപ്പിയും ബാക്കി പകുതി ആൾക്കാർക്ക് തണുത്ത കാപ്പിയുമുള്ള കപ്പുകളാണ് പിടിക്കാൻ കൊടുത്തത്. പരീക്ഷണം തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സാങ്കല്പിക കഥ വായിക്കാൻ കൊടുത്തു. കഥ വായിച്ച് ആ കഥാപാത്രത്തെ വിലയിരുത്തുക എന്നതായിരുന്നു പരീക്ഷണത്തിൽ പങ്കെടുത്തവരുടെ ജോലി. ചൂട് കാപ്പി കൈയിൽ പിടിച്ചവർ മിക്കവരും കഥയിലെ കഥാപാത്രത്തെ സന്തോഷവാനും ജനകീയനും ഉദാരമതിയും സ്വഭാവശുദ്ധിയുള്ള ആളുമായി വിലയിരുത്തി. എന്നാൽ തണുത്ത കാപ്പി കൈയിൽ പിടിച്ചവർ കഥാപാത്രത്തെ തണുത്ത, നിസ്സംഗിതനായ, വാത്സല്യമില്ലാത്ത ഒരാളായി വിലയിരുത്തി. ഒരു വ്യക്തി കാഴ്ച, ഗന്ധം, സ്പർശനം, കേൾവി എന്നീ 4 ടെസ്റ്റുകളും പാസ്സായാലും പ്രണയം മൂട്ടിയുറപ്പിക്കാൻ ഒരു ഘട്ടം കൂടെ ബാക്കിയുണ്ട്. അതാണ് ആദ്യ ചുംബനം. ഇണയുടെ ശ്വാസഗന്ധത്തിലൂടെയും വായുടെ രുചിയിലൂടെയും വളരെ സങ്കീർണവും ദൃഢവുമായ ഒട്ടനേകം രാസസൂചകങ്ങളുടെ കൈമാറ്റമാണ് ആദ്യ ചുംബനം വഴി നടക്കുന്നത്. ഈ മനോഹരമായ മുഹൂർത്തം വളരെ പ്രധാനമാണ്. ആദ്യ ചുംബനം ശരിയായില്ലെങ്കിൽ പല പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചുംബനം കഴിയുമ്പോഴേക്കും ഇണയുമായുള്ള അടുപ്പം കുറയുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ ശരിയായ ചുംബനം ഇണയുമായുള്ള ബന്ധം ദൃഢമാക്കുന്നു. ആദ്യ ചുംബനത്തിൽ രക്തത്തിൽ നോറെപ്പെനെഫ്രിൻ എന്ന രാസപദാർത്ഥത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്നു. ഇത് ശരീരത്തെ യുദ്ധസജ്ജമാക്കുന്നു, ഹൃദയമിടിപ്പ് കൂട്ടുന്നു, കൃഷ്ണമണികളെ വികസിപ്പിക്കുന്നു, ശരീരത്തിന് കൂടുതൽ ഊർജ്ജം കിട്ടുന്നതിനുവേണ്ടി കൂടുതൽ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. ശരീരം യുദ്ധസജ്ജമാകുന്നത് ആരുമായും മത്സരിക്കാനല്ല, മറിച്ച്
ശരീരം എന്തോ പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ആ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നോറെപ്പിനെഫ്രിൻ നമ്മളിൽ ഒരുതരം ഇടുങ്ങിയ കാഴ്ച ഉണ്ടാക്കിയെടുക്കുന്നു. ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളെ ഒക്കെ അത് മറയ്ക്കുന്നു. സമയം കടന്നു പോകുന്നതുപോലും മനസ്സിലായെന്ന് വരില്ല, എന്നാൽ ഓർമ്മശക്തി വളരെ കൂട്ടുന്നു. അതുകൊണ്ടായിരിക്കാം മിക്ക ആൾക്കാരും അവരുടെ ആദ്യ ചുംബനം കാലങ്ങളോളം ഓർത്തുവെക്കുന്നത്. ചുരുക്കത്തിൽ, പ്രണയം എന്നത് അനേകം രാസപദാർത്ഥങ്ങളുടെയും നമ്മുടെ ജനിതക ഘടനയുടെയും സങ്കീർണമായ കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെടുന്നതാണ്. ഇപ്പറയുന്നത് അത്ര രസകരമായി തോന്നണമെന്നില്ല, എന്നാൽ ആകർഷണം തോന്നുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ശരീരം ഈ രാസപ്രവർത്തനത്തെയൊക്കെ ഒരു കാവ്യരൂപത്തിലാണ് മസ്തിഷ്കത്തിൽ അനുഭവവേദ്യമാക്കുന്നത്. അപ്പോൾ പ്രണയം ഹൃദയം കൊണ്ടെഴുതുന്ന കവിത ആണെന്ന് തന്നെ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.